വനം വകുപ്പിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ കേരള PSC വഴി വിളിച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 2/9/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട വിധം കൂടി പറഞ്ഞു തരാം. കേരള PSCന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അതിന് മുമ്പായിട്ട് അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 091/2026 എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള PSCന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിസർവ് വാച്ചേഴ്സ് പോലുള്ള നിരവധി തസ്തികയിലേക്കുള്ള അപേക്ഷകളാണ് ഇവിടെ നമുക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. വിവിധ പോസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓരോ പോസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ഇത് വിളിച്ചിട്ടുള്ളത്. 23,000 മുതൽ 50,200 വരെ 50,200 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ നമുക്ക് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ തുടങ്ങിയിട്ടുള്ള ജില്ലകളിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കാൻ സാധിക്കുന്നത് മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. യോഗ്യതയുള്ള കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 18 to 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2/1/1986 1/1/2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി SC/ST വിഭാഗമാകുമ്പോൾ 45 വയസ്സ് വരെ, അതായത് 5 വർഷം റിലാക്സേഷൻ ലഭിക്കും. OBC ഉദ്യോഗാർത്ഥികളാകുമ്പോൾ 43 വരെ, അതായത് 3 വർഷത്തെ റിലാക്സേഷൻ ലഭിക്കുമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് 7ാം ക്ലാസ് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 7th ക്ലാസ് ആണ് പറഞ്ഞത്. 7th ക്ലാസ് പാസ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ഷുഡ് നോട്ട് ഹാവ് അക്വയർഡ് ഗ്രാജുവേഷൻ. ഡിഗ്രി ഉണ്ടാവാനും പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. 7ാം ക്ലാസ് വിജയിച്ചിട്ടും ഉണ്ടാകണം, പക്ഷേ ഡിഗ്രി ഉണ്ടാവാനും പാടില്ല. 163 സെൻറ്റിമീറ്റർ ഉയരം വേണം. നോർമൽ ചെസ്റ്റ് 79 സെൻറ്റിമീറ്റർ വേണം. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ഡിഗ്രി ഇല്ലാത്ത മിനിമം 7ാം ക്ലാസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് 10, 11, +2 ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. 7ാം ക്ലാസ്സിൻ്റെ മുകളിൽ ഏതൊരു വിദ്യാഭ്യാസം യോഗ്യതയും ഡിഗ്രി ഇല്ലാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മാക്സിമം ഇപ്പോൾ തന്നെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം എന്ന് കരുതി ഇപ്പം ഡിഗ്രി നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവർ എലിജിബിൾ ആണ്. അവർ ഡിഗ്രി കരസ്ഥമാക്കിയിട്ടില്ല, ഓൺ ഗോയിങ് സ്റ്റുഡൻസ് ആണ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജ് ഒക്കെ ഓക്കെയാണ്, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള അപ്ഡേറ്റിന് പ്രോപ്പറായി ഫോളോ ചെയ്താൽ മാത്രം മതി.